ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. ഞാൻ എങ്ങനെയാണ് ഫിഷ് ഫ്രൈ ചെയ്യുന്നതെന്ന് കാണിച്ചു തരാം. അതിനായിട്ട് കൊഴിയാള മീൻ കിട്ടിയിട്ടുണ്ട്. അത് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി പൊരിക്കാനായിട്ട് വരഞ്ഞ് വെച്ചിട്ടുണ്ട്. അതിലേക്ക് കൊച്ചുള്ളി, മുളക്, കറിവേപ്പില, അര സ്പൂണ് നാരങ്ങ നീര്, ഇഞ്ചി, വെളുത്തുള്ളി ഞാൻ നേരത്തെ തന്നെ തൊലിച്ച് ഫ്രിഡ്ജിൽ വെക്കും കേട്ടോ. അതങ്ങനെ ഇരിക്കണം. മസാല നമുക്ക് ഇതിൽ ചെറിയ ഉള്ളിയും മുളകും കറിവേപ്പിലയും മസാല എല്ലാം കൂടി ഇട്ടിട്ട് മിക്സിയിൽ അടിച്ചെടുത്തിട്ട് വരാം. കുരുമുളക് പൊടിച്ച മിക്സിയാണ് കേട്ടോ. ഇതിലേക്ക് വെളുത്തുള്ളി, ചെറിയ ഉള്ളി, പച്ചമുളക്, കറിവേപ്പില ഒരു തണ്ട ഇടുന്നുള്ളൂ കേട്ടോ. കുറച്ച് ഇഞ്ചി. നമുക്ക് പൊടികളിടാം. മുളക് പൊടി, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടിച്ച് മിക്സിയാണ് കേട്ടോ. അതുകൊണ്ട് അതിൽ തന്നെ കുറച്ച് കാണും. ഞാൻ കുറച്ച് എടുത്തുള്ളൂ. കുരുമുളക് മസാല പൊടിച്ചതാണ് കേട്ടോ. കറി മസാല പൊടിച്ചതാണ്. മസാലപ്പൊടി, നാരങ്ങ നീരും കൂടെ വീട്ടിയിട്ട് അടിച്ചെടുത്തിട്ട് വരാം. നന്നായിട്ട് അടിച്ചെടുത്തിട്ട് വരാം. എല്ലാം കൂടി അടിച്ചു വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിൽ നന്നായിട്ട് പുരട്ടിയെടുക്കാം. നന്നായിട്ട് പുരട്ടി വെച്ചിട്ടുണ്ട്. ഒരു കാര്യം പറയാൻ മറന്നുപോയി. ഇതിൻ്റെ ഇടയിൽ ഞാൻ ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നേ. നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഒരു 10 മിനിറ്റ് ഫ്രീസറിൽ കയറ്റി വെച്ചാൽ നല്ല ടേസ്റ്റാണ് കേട്ടോ. പക്ഷെ ഞാൻ അങ്ങനെയൊന്നും വെക്കുന്നില്ല. കാരണം ഇത് സ്കൂളില്ലാത്തതുകൊണ്ട് മക്കൾ രണ്ടുപേരും വീട്ടിലുണ്ട്. അപ്പം എപ്പോഴേ പറഞ്ഞു തുടങ്ങി, മീൻ പൊരിക്കുന്നില്ലേ വിശക്കണം. അപ്പം നമുക്ക് നേരെ പൊരിക്കാൻ പോകും. ഗ്യാസ് കത്തിച്ച് പാൻ അടുപ്പിലോട്ട് വെച്ചിട്ടുണ്ട്. ചീര കുറച്ച് വീട്ടിൽ നിൽപ്പുണ്ടായിരുന്നു. അത് ഞാൻ അരിഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു. അതും കൂടി അടുപ്പത്തിലോട്ട് വയ്ക്കാം. ചട്ടി ചൂടായിട്ടുണ്ട്. നമുക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാവേ. ഞാൻ വെളിച്ചെണ്ണയാണ് എടുക്കുന്നത്. ഞാനങ്ങനെ പാം ഓയിലും സൺഫ്ലവറൊന്നും ഉപയോഗിക്കാറില്ല. എന്നാലും ഉപയോഗിക്കും. വലിയ പൊരിപ്പോ അങ്ങനെയൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി ഉപയോഗിക്കും. മീൻ പൊരിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കാറില്ല. നമ്മുടെ എണ്ണയൊക്കെ ചൂടായിട്ടുണ്ട്. അതിലേക്ക് ആദ്യം 2-3 കരിവേപ്പില ഇട്ട് കൊടുക്കുക. മീനൊക്കെ പറക്കിയിട്ടിട്ടുണ്ട്. ഞാൻ അവിടെ ഒന്ന് നോക്കട്ടെ. ആ സമയം നമുക്ക് ഇന്നത്തേക്ക് അത് തന്നെ കൂടുതലാട്ടോ. അപ്പോൾ നമുക്ക് ഇത് പറക്കി പാത്രത്തിലാക്കി ഫ്രിഡ്ജിലോട്ട് കയറ്റാം. പറക്കിയിട്ട് അടച്ച് വെച്ചിട്ടുണ്ട്. നല്ല മണം വരുന്നുണ്ട് കേട്ടോ. നല്ല മണമാണ്. ചീര തോരനും റെഡി ആയിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ.